ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് വെച്ചാൽ, ഈ ഒരു വണ്ടി വന്നിട്ട് കുറച്ച് നാളായി. ഇപ്പോൾ ലോക്ക്ഡൗണും അതാണ് നമ്മൾ പെയിൻറ്ററിനൊക്കെ ഒരു കൊറോണയുടെ പ്രശ്നമൊക്കെ വന്ന് ആകെ ഒരു രണ്ടര മാസം വെച്ചാൽ ഏകദേശം 3 മാസത്തിനകത്ത് വെറുതെ കിടന്നുപോയി വണ്ടി. അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മളെ വണ്ടി 4 വീൽ ബ്രേക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുന്ന വണ്ടിയാണ്. എന്നാൽ തന്നെ ബാക്ക് ഒന്ന് ചെറുതായിട്ട് ജാമായി. നമുക്ക് റേഡിയേറ്ററിലെ വെള്ളം, അത് ഇപ്പം വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. കാര്യം കുറച്ച് റിപ്പയറിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് ഒന്ന് ഓടിച്ച് ഫ്രീ ആക്കി എടുത്തതിന് ശേഷം കൂളൻ്റ് ആക്കുള്ളൂ. അപ്പോൾ നമ്മളിന്ന് കൂളൻ്റ് ആക്കാൻ പോവുകയാണ്. അപ്പം ഒരു കൂളൻ്റ്, സ്വാഭാവികമായിട്ടൊരു വണ്ടിയിൽ കൂളൻ്റ് ഏത് രീതിയിൽ ഏത് റേഷ്യോ ചേർക്കണം എന്നുള്ളതും, നമുക്ക് ബാക്കിലത്തെ ബ്രേക്കൊക്കെ സെറ്റ് ചെയ്യുന്നതും, അതണക്കിൻ്റെ സ്പോയിലറൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ സെറ്റ് ചെയ്യുന്നതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇപ്പോൾ നമ്മളിതാ സ്പോയിലർ ഫിറ്റ് ചെയ്യാൻ പോകണേ. സ്പോയിലർ ഫിറ്റ് ചെയ്യുന്നത് വേറെ വലിയ കാര്യമൊന്നുമില്ല. ഇതിപ്പം ഇതിൽ കിടന്ന സ്പോയിലറാണ്, ചുവപ്പ് കളറായിരുന്നു. നമുക്കൊന്ന് ബ്ലാക്ക് ആക്കി. കാര്യം വേറൊന്നുമല്ല, ഒരു കളർ കോമ്പിനേഷൻ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ബ്ലാക്ക് ആക്കി. നമുക്കൊന്ന് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്പോയിലർ കൊണ്ട് ഈ ഫിറ്റ് സ്ക്രൂ ഡ്രൈവർ എടുക്കാം. ശരിക്കും പറഞ്ഞാൽ സ്പോയിലർ വയ്ക്കുമ്പോഴത്തേക്ക് വണ്ടിയുടെ ഒരു ഭംഗി കൂടിയാണ് ചെയ്യുന്നത്. ഒരു പ്രത്യേക ഒരു അഴക് വരും സ്പോയിലർ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വണ്ടികൾക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടിയിൽ സ്പോയിലർ ഇരിക്കുന്ന വണ്ടികളൊരു പ്രത്യേക ലുക്കാണ് കാണാനായിട്ട്. ഇങ്ങനെ അടുത്ത സൈഡും കൂടെ സെറ്റ് ചെയ്യാം. ഇതിപ്പം റെഡിൻ്റെ കൂടെ ബ്ലാക്ക് ഒരു ഭംഗി കാണും എന്നുള്ള വിശ്വാസത്തിൻ്റെ മുകളിലാണ് ഞാൻ ഈ ബ്ലാക്ക് കളർ സ്പോയിലറിന് സെലക്ട് ചെയ്തത്. നമുക്കിതാ ഇവനെയും കൂടെ ഒന്ന് മുറുക്കാം. അവിടെ കിടന്നോളൂ. ഓക്കെ, സെറ്റ്. നമ്മൾ സ്പോയിലർ വെച്ചു. ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ ബാക്കിലത്തെ ഒരു ലുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു സ്പോയിലർ, അതായത് ഒരുപാട് ഓവറും അല്ല, ഒരുപാട് സ്പോർട്ടി അല്ലാത്ത ഒരു മീഡിയം സൈസിലുള്ള, എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്, ഒരു സ്പോയിലർ വെച്ചു. ഇതിപ്പം ബ്ലാക്ക് കൊടുത്തപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു വെച്ചാൽ ആ റെഡിൻ്റെ കൂടെ ബ്ലാക്ക് വന്നപ്പോഴത്തേക്ക് ഒരു കോമ്പിനേഷൻ ആയിട്ട്. ഇതിപ്പം പിന്നെ പഴയ സ്പോയിലർ കേട്ടോ. ഇതിൻ്റെ ചൂടൊക്കെ അടിച്ച് ആകെ ഒരു ചളപുളായൊരു സ്പോയിലറാണ്. നമ്മളെ ഷൗക്കത്ത് വെച്ച നമ്മളെ പെയിൻറ്റർ പുള്ളിക്കാരൻ മാക്സിമം നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം മൊത്തം ഇരുന്നാൽ ഇത്തിരി വൃത്തിയാക്കി എടുത്ത് ഇതിങ്ങനെ പൊളഞ്ഞിരുന്നതാണ്. ഇതിപ്പോൾ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അതിപ്പം പിന്നെ നോക്കാം. അതിന് മുമ്പ് നമുക്ക് വണ്ടിയുടെ ബാക്കിലത്തെ ബാക്കിയുള്ള ടയറിൻ്റെ കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഈ ടയറിൻ്റെ ഇളക്കുന്ന കാര്യം കാണിക്കുന്നത് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കാനാണ്. നിങ്ങളെ വണ്ടിയിൽ ഏതെങ്കിലും രീതിയിൽ ബാക്കിലൊക്കെ ഉരുളാൻ മുമ്പോട്ടും പുറകോട്ടും, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഫ്രീ ആയിട്ട് ഉരുട്ടി നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ബാക്ക് രണ്ടും ഇളക്കി അത് ഫ്രീ ആക്കി സെറ്റ് ചെയ്തിട്ട് പിന്നെ ഉരുട്ടി നോക്കുന്ന വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. നീ എടുത്താ അത് അടിപൊളി. പൊക്കം പാ, കളിച്ചിരിക്കാൻ സമയമല്ല. ഉമ്മാരത്തൊക്കെ വരാൻ പറഞ്ഞപ്പം അവധിയാണെങ്കിൽ പിന്നെ ഒരുത്തിനും കാണത്തില്ല. ഏറ്റുമോ എല്ലാവരും ചോദിക്കും മുട്ടൂത്തിരിക്കുന്നതിനാണ്. മുട്ടൂത്തിരിക്കുന്നത് എനിക്ക് കംഫർട്ട്. ഇതെന്തൊരു സുഖമാണെന്നറിയോ? സ്റ്റാൻഡ് എവിടെ? ഇലയിട്ട് ചോറുണ്ടായിരിക്കുന്നതാണ് നമ്മൾ വിട്ടിരിക്കുന്നത്. ടിങ് ടിങ് ടിങ്. നമുക്കിനി കണ്ണ് വെച്ച് നോക്കാൻ നടക്കാം. ഇത് കണ്ടതാ ജാമായിട്ടിരിക്കുകയാണേ. ചെറിയ സംഭവമായിരിക്കും അകത്തിൽ ഈ പഴക്കത്തിൻ്റെയൊക്കെ, അതായത് നമ്മൾ ഇട്ടിരുന്നില്ലേ, അപ്പോൾ ആര് ഭാഗം വെച്ചിട്ട് വല്ല എന്തെങ്കിലും പണിയിട്ടായിരിക്കും. ടൈറ്റാണ് കേട്ടോ, ടൈറ്റാണ്. ചില സൈഡ് വരുമ്പോൾ നല്ല ടൈറ്റാണ്. നമുക്കൊന്ന് ഇളക്കാം. ഞാൻ പോയി എയർ ഓൺ ചെയ്തിട്ടും വരാം. പിന്നെ ടവേരയുടെയൊക്കെ ഈ വീൽ ബോൾട്ടൊക്കെ കണ്ടുപയോഗിച്ചൊക്കെ യൂസ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം ലൂസ് ചെയ്യാനായിട്ട്. ത്രെഡും കൂടെ പറഞ്ഞിട്ടുള്ള സാധ്യത വിട്ട് അടിച്ചേ ലൂസ് ചെയ്യാവുള്ളൂ. വണ്ടി റെഡിയിലോട്ട് ഈ ടയർ ഇങ്ങോട്ട് എടുത്തിടുക. എന്തെങ്കിലും കാരണം വെച്ചാൽ നമ്മൾ സ്റ്റാൻഡ് സ്ലിപ്പായ ടയറിൻ്റെ മുകളിൽ നിന്നോളൂ. നമുക്കിനി ഇവനെ തട്ടി ഇളക്കണം.
ഓ എൻ്റെ മോ ആ ഇതിൻ്റെ വീൽ സിലിണ്ടറും സാധനം എല്ലാം പുതിയ കിടക്കുന്നുണ്ടോ. നമ്മളിതെല്ലാം പണിഞ്ഞ് വൃത്തിയാക്കിയതാണ്. വീൽ സിലിണ്ടർ പുതിയതാണ് കിടക്കുന്നത്, ബ്രേക്ക് ഷൂ പുതിയതാണ് കിടക്കുന്നത്, എല്ലാം വൃത്തിയാക്കിയിട്ടേക്കുക. നമുക്ക് ഇവനെ ഒന്ന് എയർ അടിച്ച് വൃത്തിയാക്കിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കി ഇടാം. ഇതിപ്പം വേറെ പ്രത്യേകിച്ച് ഞാൻ വിചാരിച്ച കണക്കുള്ള സീനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ വിചാരിച്ച ഹാൻഡ് ബ്രേക്കൊക്കെ ജാമായതായിരിക്കും, പക്ഷേ ഹാൻഡ് ബ്രേക്കൊന്നും ജാമായിട്ടില്ല കേട്ടോ. ഹാൻഡ് ബ്രേക്കൊക്കെ ഓക്കെയാണ്. ഇത് വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതൊന്ന് തേച്ച് വൃത്തിയാക്കി ഫ്രീ ആക്കി ഇടാം. കൊണ്ടില്ല എന്നുള്ള രീതിയിൽ ടവേരയ്ക്ക് ബ്രേക്ക് സെറ്റ് ചെയ്താൽ പെഡൽ സെറ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ വെറുതെ കിടന്നാലും വണ്ടി മാത്രമല്ല മനുഷ്യന്മാരും മടിയന്മാരാകും. ക്യാമറാമാൻ ഉദ്ദേശിച്ചൊന്നുമല്ല. ക്യാമറാമാൻ ഇത്തിരി മടി മാറ്റുന്നുണ്ട്. മിക്കവാറും ക്യാമറാമാനെ നമ്മൾ സ്ഥിരമായിട്ട് എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇന്ന് കമൻറ്റ് ചെയ്യുക ക്യാമറാമാനെ സ്ഥിരമാക്കണോ വേണ്ടോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ പിന്നെ അന്ന് പോലും ക്യാമറാമാൻ സ്ഥിരം എന്താ പറയുന്നില്ല സ്ഥിരമാകുന്നോ. ഇന്നത്തെ കമൻ്റ് അനുസരിച്ചിരിക്കും മിലൻ്റെ ജീവിതം. മിലനെ അങ്ങ് ഏറ്റെടുക്കാൻ പോവുക. ഞാൻ എടുക്കാൻ പോവുക മിലനെ. നമുക്ക് ഇതും കൂടെ ഒന്ന് നമ്മളെ വീട്ടിലെ പാത്രമൊക്കെ കഴുകി ശീലമുണ്ടോ? ഉണ്ടെങ്കിൽ ഇത് കണക്കിനി അപ്പുറം സൈഡും കൂടെ റെഡിയാക്കണം. അതും കൂടെ കാണിച്ച് നിങ്ങളെ ബോർഡ് അടിപ്പിക്കുന്നില്ല. അത് ഞാനങ്ങ് റെഡിയാക്കിയിട്ടോളാം. അപ്പോൾ ഈ ഒരു സൈഡ് ഈ രീതിയിൽ ഏതെങ്കിലും ഇതിനൊക്കെ ജാമും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഏതെങ്കിലും രീതിയിലൊക്കെ ഫ്രണ്ട് ബാക്കൊക്കെ ഇളക്കി അല്ലെങ്കിൽ ഫ്രണ്ടോ ബാക്കോ ബ്രേക്കിൻ്റെ ഏത് ഭാഗം ഇളക്കി നോക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് സീനൊന്നും കാണിക്കുന്നില്ല. ഒരു പിരിപിരി ഫീലിംഗ് വരികയാണെങ്കിൽ അത് തേച്ച് വൃത്തിയാക്കി ഇതിനൊക്കെ സെറ്റ് ചെയ്താൽ മതി, ഫ്രീ ആയിക്കോളും. ഒരു കാരണവശാലും ബ്രേക്ക് ലൂസ് ചെയ്തിട്ടരുത്. ലൂസ് ചെയ്തിട്ടാൽ പെഡലിൻ്റെ പ്ലേ അത് വളരെ കൂടുതലായിരിക്കും. ബ്രേക്കിൻ്റെ പെഡൽ എന്ന് വെച്ചാൽ കുറച്ച് പ്ലേ വന്നിട്ട് ജസ്റ്റ് അപ്ലൈ ആയി വരണം. ആ രീതിയിൽ വേണം. ഇതിപ്പം പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പെയിൻറ്റിങ് വെച്ചാൽ മാരക പെയിൻറ്റിങ്ങൊന്നും നമ്മൾ ചെയ്തത് ഒരു മീഡിയം രീതിയിൽ, അതായത് ക്വാളിറ്റിയുള്ള സാധനം എടുത്തിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് ഓട്ടിച്ചടിച്ചിട്ട് ഫുള്ള് ക്ലിയർ അടിച്ച് വൃത്തിയാക്കി എടുത്തതാണ്. ഓൾറെഡി വണ്ടി ഓക്കെയാണ്, ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് നമ്മളങ്ങനെ ചെയ്തത്. പിന്നെ ഇതിൽ ചെറിയ പോറലും കാര്യങ്ങളൊക്കെ അങ്ങ് ഉണ്ടായിരുന്നു. അപ്പം അടിച്ചപ്പോൾ മൊത്തത്തിൽ അങ്ങ് പെയിൻ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓട്ടിച്ചടിച്ചിട്ട് ഫുള്ള് ക്ലിയർ അടിച്ച് റെഡിയാക്കി എടുത്തതാണ്. ഇതിപ്പം ഇത്രയും ബ്രൈറ്റ്നസ് ഇല്ലായിരുന്നു, വണ്ടി കൊണ്ടുവരുമ്പോൾ ഇത്രയും ബ്രൈറ്റ്നസ് ഇല്ലായിരുന്നു. പക്ഷേ നമ്മൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞ് ക്ലിയറൊക്കെ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് പക്കായി, രസമായി, വണ്ടി കാണാനായിട്ട് എന്തായാലും രസമായി. നമുക്കിനി ബ്രേക്കിൻ്റെ ഭാഗത്തോട്ട് തന്നെ വീണ്ടും വരാം. ഇതിപ്പം വേറെ കാര്യമൊന്നുമില്ല, ഒന്ന് തേച്ചിട്ടാൽ മാത്രം മതി, ബ്രേക്ക് സെറ്റ് ആയിക്കോളും. ഇനി നമുക്കിതൊന്ന് എയർ അടിച്ച് വൃത്തിയാക്കാം. അപ്പോൾ നമുക്ക് ഇതങ്ങോട്ട് എടുത്ത് സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ സംഭവം എന്ന് പറയും, ഇതിപ്പോൾ ഞാൻ ഇളക്കാതിരിക്കുകയും കൂടുതൽ കാര്യങ്ങളും ചെയ്യാത്തതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലൈനർ പുതിയത് വാങ്ങിച്ചിട്ടു, ഇത് കണക്ക് ഇതിൻ്റെ വീൽ സിലിണ്ടറും എല്ലാം പുതിയതാണ് കിടക്കുന്നത്. അത് കണക്ക് പക്ക സെറ്റിങ്സിലിരിക്കുക, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിൽ കിടന്ന് പഴകിയിട്ട് ചെറിയ രീതിയിൽ തുരുമ്പിൻ്റെ അംശം കയറി. ഇപ്പോൾ ഇതിൻ്റെ വളരെ ചെറിയ ഗ്യാപ്പേ നമ്മൾ ഇടുകയുള്ളൂ, തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് കറങ്ങുന്നത്. അപ്പോൾ ആ രീതിയിലാകുമ്പോഴത്തേക്ക് ചെറിയൊരു തുരുമ്പിൻ്റെ കണ്ടൻറ്റൊക്കെ വരുമ്പോഴത്തേക്ക് ഒന്ന് ജസ്റ്റ് അനങ്ങുമ്പോഴത്തേക്ക് ഇതെല്ലാം കയറി ജാമാവും. അതാണ് സംഭവം ഇതിൽ പറ്റിയത്. നമുക്കിതെല്ലാം കൂടി എടുത്ത് തിരിച്ച് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഫ്രീ ആയി കണ്ടോ. ഇപ്പം നമ്മൾ തൊട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നത്, കാര്യം പുതിയ ലൈനർ ആയതുകൊണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഓടുമ്പോഴത്തേക്ക് സെറ്റ് ആയിക്കോളും. നമ്മളൊന്ന് ബ്രേക്കൊക്കെ ചവിട്ടി സെറ്റായി വരുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിക്കോളും. ഈ ഒരു ഇതുണ്ട് ആവശ്യം നമുക്കുള്ളതുണ്ടാവും. പക്ഷേ ഇത് വീലിടുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഫ്രീ ആവും. ഇതിപ്പോൾ വളരെ ചെറിയൊരു ഹാർഡ്നെസ് കയ്യിൽ ഫീൽ ചെയ്യും. നമുക്കിനി ടയർ ഇടാം. ടയർ ഇടുമ്പം ചെറിയൊരു ടിപ്പ് വേണമെങ്കിൽ പറഞ്ഞുതരാം. അത് ടയർ ഇടുമ്പോഴത്തേക്ക് നമ്മൾ പാൻറ്റ് നല്ല ഇട്ടോട്ടെ. ടയർ ഇടുമ്പം നമ്മൾ ടയർ നൂത്തിങ്ങനെ വെക്കുക. നൂത്തങ്ങോട്ട് വെച്ചിട്ട് ഹോളുകളുണ്ടല്ലോ, ആ ഹോളുകൾ ഇതിന് കറക്റ്റായിട്ടാണോ ഇരിക്കുന്നത് നോക്കിയിട്ട് ഇത് കണക്കിരുന്നിട്ട് ഈ മുട്ടിൽ രണ്ട് കൈയുടെയും ഈ ഭാഗം സപ്പോർട്ട് കൊടുക്കുക. സപ്പോർട്ട് കൊടുത്ത് ഇതിൻ്റെ അടിയിൽ പൊക്കിച്ചിട്ട് നൈസിന് അങ്ങോട്ട് പൊക്കുക.
പൊക്കി ഹോള് നോക്കി കറക്റ്റ് അങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ഈ മുട്ട് രണ്ടും ഇതിനകത്ത് കൊള്ളിച്ച് വെക്കുക. ചിലവർ ഇതിൻ്റെ കൂടെ കിടന്ന് കഥ കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒന്നുമില്ല, സിമ്പിളാണ് സംഭവം. കണ്ടോ, അത് അവിടെ ഇരുന്നോളും. ഓപ്പോസിറ്റ് നെട്ടിട്ട് കൈക്ക് ചെറുതായിട്ട് അങ്ങനെ അടുപ്പിച്ചിട്ട് സെറ്റ് ചെയ്യാം. വീലിരുന്നേക്കെ ശരിക്കും പറഞ്ഞാൽ വണ്ടിപ്പണി ഒരു കലയാണ്. അത് അറിയാവുന്നവർക്ക് അറിയാം. നമുക്കിനി ഇതിൻ്റെ ബോണറ്റ് പൊക്കിയിട്ട് റേഡിയേറ്ററിലെ വെള്ളമൊക്കെ അങ്ങോട്ട് അഴിച്ചു വിടാം. അപ്പോഴത്തേക്ക് ഒരു ചെറിയ പരിപാടി ചെയ്യണം. അപ്പോൾ ആ പരിപാടി എങ്ങനെയാണ് എന്നുള്ളതും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഓസ് അങ്ങോട്ട് അഴിക്കാം. സൈഡ് മാറ്റിയിട്ടെ ഈ റേഡിയേറ്ററിൻ്റെ അപ്പുറോസ് അങ്ങോട്ട് ഒഴിച്ചിട്ട് ഈ സാധനത്തിൽ അതിൻ്റെ അകത്ത് ഒരുപാട് അഴുക്കുണ്ടായിരുന്നു തോന്നുന്നു. അങ്ങോട്ട് അഴിച്ചെടുക്കും. വലിയ രീതി വിഷയമില്ല. നേരത്തെ എടുത്തപ്പോഴത്തേക്ക് അഴുക്കുണ്ടായിരുന്നു. നമുക്കിത് മൊത്തത്തിൽ അഴിച്ചെടുക്കണോ? വേണ്ട, ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഈ റേഡിയേറ്റർ ക്യാപ്പ് കൂടെ നമുക്ക് മാറണം. റേഡിയേറ്റർ ക്യാപ്പ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വൃത്തിയാക്കുന്ന രണ്ട് രീതിയിലുണ്ട്. ഒന്നെങ്കിൽ നമ്മളിതാ ഈ സാധനം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിലെ വെള്ളം ഒഴിക്കും. ഇതിപ്പോൾ നമ്മളതിൽ ഓസൊന്നും ഇവിടെ കിടപ്പില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ചിട്ട് ഇതിലെ മാക്സിമം സ്റ്റാർട്ട് ചെയ്ത് വെള്ളം കളയുകയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ഞാൻ പോയി ബക്കറ്റിൽ വെള്ളം പിടിച്ചോണ്ട് ബക്കറ്റിൻ്റെയൊക്കെ കോലം കണ്ട ആൾക്കാർ ബോധം കെട്ട് വീഴും. ഇത് ഇടയ്ക്കിടയ്ക്ക് വണ്ടിയൊക്കെ കയറ്റി പൊട്ടിക്കുന്നുണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ബക്കറ്റ് വാങ്ങുന്നു, വണ്ടി കയറ്റി പൊട്ടിക്കുന്നു, ബക്കറ്റ് വാങ്ങുന്നു, വണ്ടി കയറ്റി പൊട്ടിക്കുന്നു. നമുക്ക് ഇവനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വേണം ഇനി വെള്ളം ഒഴിക്കാനായിട്ട്. കുഴപ്പമില്ല കേട്ടോ, നല്ല വെള്ളമാണ് വരുന്നത്. നമുക്കിനി ഓഫ് ചെയ്യാം, വണ്ടി ഓഫ് ചെയ്യാം. നമ്മൾ പേസ്റ്റ് ഇട്ട് തിരിച്ച് പഴയ കണക്ക ഓസ് എടുത്ത് മുറിക്കുക. അഴുക്കില്ല കേട്ടോ, ഞാൻ വിചാരിച്ച കണക്ക് അഴുക്കില്ല, അഴുക്കുമില്ല, പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ല. നമ്മളിനി കൂളൻ ഒഴിക്കുകയാണ്. ഇതിപ്പോൾ എഞ്ചിനിൽ ഓൾറെഡി കുറച്ച് വെള്ളം കിടപ്പുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ റേഷ്യോ നോക്കി പ്രത്യേകിച്ച് വെള്ളമൊന്നും മിക്സ് ചെയ്ത് ഒഴിക്കുന്നതൊന്നുമില്ല. കൂളൻ്റ് ഇനി ഡയറക്റ്റ് അങ്ങോട്ട് ഒഴിക്കാൻ പോവുകയാണ്. ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം കൊല്ലത്തുള്ള രണ്ട് ചേട്ടന്മാരുണ്ടാക്കുന്ന സംഭവമാണ്. കിടിലം കൂളൻ ചേട്ടൻ. നമ്മൾ എത്ര വലിയ ബ്രാൻഡ് വാങ്ങിച്ചാലും ഇത്രയും ഒരു സുഖം കിട്ടത്തില്ല. ഇപ്പം അടിപൊളി സംഭവമാണ്. ആ ചേട്ടന്മാർ അത് ഈ പ്രോഡക്റ്റിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേട്ടന്മാർ സംസാരിച്ചിട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇതൊരു പെയ്ഡ് റിവ്യൂവും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മളിത് അങ്ങോട്ട് ഒഴിക്കാൻ പോയത്. കൂളൻ്റെ അതിലോട്ട് ഒഴിക്കണം. നല്ല ക്രിസ്റ്റൽ ടൈപ്പ് കൂളൻ്റെ ആട്ടോ ഇത്. നമ്മൾ ഈ ഒരു അടപ്പുണ്ടല്ലോ, അടപ്പ് മാറണം. അടപ്പ് മാറാൻ വേണ്ടി ഇന്നിനിപ്പം കടയില്ല. ഞാനിത് ലാസ്റ്റ് മാറാമെന്നും പറഞ്ഞിരുന്നേ അടപ്പേ. അപ്പം ഇന്ന് കടയില്ല. ഇനി ഏറ്റവും അടുത്ത പ്രവൃത്തി ദിവസം നമ്മൾ അടപ്പ് വാങ്ങിച്ചിടും. നമുക്കിനി വണ്ടി ബാക്കിയുള്ള വീലും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് താത്തിറക്കാം. അപ്പം നമ്മൾ മറ്റേ സൈഡും കൂടെ റെഡി ആക്കിയിട്ടുണ്ട്. വരാമെന്ന് പറഞ്ഞവന്മാരാരും വന്നില്ല, ഒറ്റയ്ക്കാണില്ല. നമുക്കിനി നൈസിന് സ്റ്റാൻഡ് രണ്ടും വെളിയിലെടുക്കാം. താത്തട്ടെ, വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കി നോക്കാം, വണ്ടി ഫ്രീ ആയോ എന്നുള്ളത്. നേരത്തെ അനക്കി നോക്കിയപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമുക്ക് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കി നോക്കാം. ഓക്കെ ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, അയ്യോ വണ്ടി സുഖമായിട്ട് അനങ്ങുന്നുണ്ട്. വണ്ടിയുടെ ജാമൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടവേരുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ചെറിയൊരു പണി എന്ന് വെച്ചാൽ നമുക്ക് റേഡിയേറ്ററിൻ്റെ ക്യാപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മാറണം. പിന്നെ ഒന്ന് ഓട്ടിച്ച് നോക്കണം, വാഷ് ചെയ്യണം. കുറച്ച് ചെറിയ കിടുകിടി പണികളൊക്കെ ഉണ്ട്.
ഇനിയിപ്പം അടുത്ത വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഈ സെനോണ്ട വീഡിയോ ആണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു കൊമ്പൻ്റെ മുകളിലിരിക്കുന്ന നമുക്ക് ഫീലിംഗ് ആണ് എനിക്ക് വരുന്നത് കേട്ടോ. സെനോണ്ട വർക്കിംഗ് വീഡിയോസ്, മെക്കാനിക്കൽ വീഡിയോസ് വരുന്നുണ്ട്, അത് കണക്ക് തന്നെ സെനോണ്ട റിവ്യൂവും വരുന്നുണ്ട്. അപ്പം ഇനി നമ്മളെ വീഡിയോസിൽ ഒരു ചെറിയ പ്രത്യേകതയും കൂടെ ഉണ്ട്. അവസാനം ഒരു സ്പെഷ്യൽ ടിപ്പ് നമ്മളെ വ്യൂവേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ നമ്മളെ വാഹനപ്രേമികൾക്ക് വേണ്ടി ഞാൻ പറയുന്നുണ്ട്. ഇന്നത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ വണ്ടിയിലൊക്കെ ഏതെങ്കിലും രീതിയിൽ ബ്രേക്കിൻ്റെ പെഡൽ ഇപ്പോൾ ചവിട്ടുമ്പം പ്ലേ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നു. അപ്പോൾ ബ്രേക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ട്, പക്ഷേ പ്ലേ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലേയുടെ അതായത് ബ്രേക്കിൻ്റെ പ്ലേ അഡ്ജസ്റ്റ് ചെയ്തിട്ടും കറക്റ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള മെയിൻ ഭാഗങ്ങൾ നോക്കാതെ ആദ്യം തന്നെ ബാക്കിലത്തെ ടയറുകൾ ഇളക്കിയിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ അത് കണക്ക് ടയറുകൾ ഇളക്കിയിട്ട് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും അത് കണക്ക് തന്നെ ബ്രേക്ക് ലൈനുള്ള കണ്ടീഷനും ഒക്കെ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു, ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.